ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ. രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന എത്ര ആളുകൾ ഉണ്ടെന്നറിയാനാണ്. അതുപോലെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അതുപോലെ എല്ലാവരും ഒന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വിഷയം കൊണ്ടിട്ട് ഇങ്ങനെ കത്തിച്ച് ഊതി വീർപ്പിച്ചുകൊണ്ടേയിരുന്ന രാജൻ ജോസഫും അതുപോലെ റിനിയും കണ്ടം വഴി ഓടിയിട്ട് ഒരു വിവരവും ഇല്ല. റിനി അന്ന് പോയതാണ്. അന്ന് റിനി പൊത്തി കയറി ഒളിച്ചാണ്. ഇപ്പോഴാണ് റിനി ഒന്ന് പുറത്തോട്ട് വരുന്നത്. കാരണം ഇലക്ഷൻ്റെ ഒക്കെ സമയമല്ലേ, ഇലക്ഷനൊക്കെ വോട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പോഴെങ്കിലും ഒന്ന് വെളിയിലോട്ട് വന്ന് കളയാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം റിനി വെളിയിലോട്ട് വന്നേക്കുന്നത് പൊത്തിൽ നിന്ന്. അന്ന് ഒളിച്ചാണ്. രാഹുലിൻ്റെ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഇത്രയും കത്തിച്ചത് ഈ റിനിയാണ്. അതിനെ ഏറ്റുപിടിച്ച് അത് ഊതി വീർപ്പിച്ചുകൊണ്ടേയിരുന്നത് രാജൻ ജോസഫ് എന്ന് പറയുന്ന ഊളയാണ്. ഊളയെന്ന് തന്നെ വിളിക്കണം, അക്ഷരം തെറ്റാതെ, അല്ലാതെ വേറൊരു പേരുമില്ല, ഊള. അപ്പം ഈ രാജൻ ജോസഫ് രാഹുൽ മാങ്കൂട്ടം ജയിലിൽ നിന്ന് ഇറങ്ങിയോ അതിൻ്റെ പിറ്റേന്ന് തന്നെ കണ്ടം വഴി ഓടി തള്ളിയതാണ്. പിന്നെ എവിടെയാണെന്ന് പോലും ഒരു വിവരമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുവരെ രാജൻ ജോസഫ് ചാനലുകളിൽ വന്നിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിച്ച് ഈ പറഞ്ഞിട്ടുള്ള കോഴിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചകൾ ഡെയിലി ഒരു 3 വീഡിയോ, കുറഞ്ഞത് ഒരു 3 വീഡിയോ എങ്കിലും ഇട്ടുകൊണ്ടിരുന്നതാണ് ഈ രാജൻ ജോസഫ്. രാഹുൽ മാങ്കൂട്ടം എന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയോ, ജാമ്യം കിട്ടിയോ, അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ഈ രാജൻ ജോസഫിനെ കാണാനുമില്ല. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും പിന്നെ ഈ രാജപ്പൻ്റെ വായിൽ നിന്ന് വീണിട്ടുമില്ല, ചർച്ചകളിൽ നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം ആള് പേടിച്ച് പുത്തിൽ കയറി ഒളിച്ചു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് ഞാൻ ഒരു 2 വീഡിയോയ്ക്ക് മുമ്പേ ഇട്ടൊരു വീഡിയോക്കകത്ത് ഈ രാജൻ ജോസഫിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് രാജൻ ജോസഫ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോ ഏതോ ഒരു മാളത്തിൽ ഒളിച്ചിരുന്നിട്ട് അവിടുന്ന് കണ്ടൊരു വീഡിയോ പുറത്തോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെയും പോയി ഒളിച്ചിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എന്നെ എങ്ങനെ പേടിപ്പിക്കാൻ നോക്കണ്ട, കൂടിപ്പോയാൽ ഇവിടുത്തെ നിയമങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളെങ്ങനെ കൊന്നു കളയത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ച് തൂറിയിട്ട് എവിടെയോ നിന്ന് ഒളിച്ചിരുന്നൊരു വീഡിയോ എടുത്ത് സ്റ്റോറിയിലെങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആളുകളെല്ലാം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയും പേടിച്ചു തൂറിയായിട്ടുള്ള ഈ രാജൻ ജോസഫ് ഊള എവിടുന്നോ കിട്ടിയ കുറച്ച് പൈസ, നക്കാപ്പിച്ച പൈസയും കൊണ്ടുവന്നിട്ട്, പിന്നെ ഈ രാജൻ ജോസഫിൻ്റെ ഈ ജേർണലിസത്തെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. ഈ പുള്ളി ഒരു മാധ്യമ പ്രവർത്തകൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു എത്തിക്സിൻ്റെ ഒരു ABCD പോലും പുള്ളിക്ക് അറിയത്തുമില്ല. എത്തിക്സിൻ്റെ ഒരു അംശം പോലും പുള്ളി പാലിക്കുന്നുമില്ല. എവിടെന്നെങ്കിലും കുറച്ച് നക്കാപ്പിച്ച പൈസ കിട്ടും, അത് കൊണ്ടുവന്നിട്ട് ചാനൽ ചർച്ചകളിൽ ഇരുന്നിട്ട് ഈ പുള്ളി പറയുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് കണ്ടിട്ട് ഇയാൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്നറിയോ? അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR ഇയാൾ ഈ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഇവരൊക്കെ ഭയങ്കര PR ബലത്തിലാണ് കോൺഗ്രസ്സിൽ നിൽക്കുന്നത്. PR വർക്കുകളാണ് ഇവർക്കെതിരെ വരുന്ന ലൈക്കുകളും കമൻറ്റുകളും എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കണേ. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുക, രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ രാജൻ ജോസഫിനെ പോലെ ഒരുപാട് ഇങ്ങനെയുള്ള ചിന്താഗതികളും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ഊളകളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അടിയായിരിക്കണം നിങ്ങളെ ഓരോ ലൈക്കും. അപ്പം ഇവൻ എന്താ ചെയ്യുന്നറിയോ? ഈ രാജൻ ജോസഫ് ഇപ്പം ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുവാണ്. ഇതൊക്കെ സൈബർ കിളികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, PR വർക്കുകളാണ്. ഈ കോൺഗ്രസിൻ്റെ ഈ പ്രസ്ഥാനത്തെ തന്നെ ഇവർ PR വർക്ക് കൊണ്ടാണ് നിലനിർത്തുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഇവൻ കാണിച്ചത്. സത്യത്തിൽ ഇവനാണ് പൈസ മേടിച്ച് PR വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. രാഹുൽ അങ്ങനെയാണ്, രാഹുൽ ഒരു കൊടും ഭീകരവാദി അല്ലെങ്കിൽ കൊടും ക്രൂരനായിട്ടുള്ളൊരു ചിത്രീകരിക്കുമല്ലോ, ആ രീതിയിലൊക്കെ ചിത്രീകരിച്ച് വെച്ചേക്കുന്ന രീതിയിൽ വന്ന് പറയണം എന്ന് പറയിപ്പിച്ച് പൈസ മേടിച്ച് പോക്കറ്റിൽ വയ്ക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഈ രാജൻ ജോസഫ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ഇവൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒളിവിലാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഒളിവിൽ പോകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം പുറത്ത് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം 24 ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് ഹാഷ്മിക്ക്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് പറയാനുള്ള, ഇന്ന് വരെ സോഷ്യൽ മീഡിയയിലോ പബ്ലിക്കിലോ എവിടെയോ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടില്ല. അതൊട്ട് കേൾക്കാനെ കൊണ്ട് സ്വന്തം പ്രസ്ഥാനം പോലും നിന്നിട്ടില്ല എന്നൊരു സത്യമുണ്ട്. അപ്പോൾ പുള്ളിക്ക് പറയാനൊരു അവസരം ഒരു വാർത്താ ചാനൽ വഴി കിട്ടിയപ്പോഴത്തേക്ക് സത്യസന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുള്ളി വെളിപ്പെടുത്തി.
അതിനകത്ത് ഈ ഷഹനാസിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഷഹനാസിനെ പറ്റിയിട്ട് ഒരു കാര്യം മോശമായിട്ട് പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഷഹനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നെ ഒരിക്കലും ഇങ്ങനെ പുറകിൽ നിന്ന് കുത്തുവോ അല്ലെങ്കിൽ ഇതുപോലെ എന്നെ മോശക്കാരനായി ചിത്രീകരിക്കും, ഇങ്ങനെ പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി MLA ആവാനും അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ജയം അത് അത്രയേറെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഷഹനാസ് എന്നാണ് പറയുന്നത്. MLA ആയി കഴിഞ്ഞിട്ട് MLA ആവാൻ ആഗ്രഹിച്ചതും അതുപോലെ MLA ആയതിനു ശേഷം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടൊരു പരിപാടി വേദി ഒരുക്കി കൊടുക്കുന്നതും അങ്ങനെ എല്ലാ ആശംസ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ അങ്ങ് പാലക്കാടോ വയനാടോ എവിടേക്കോ പോയതും സെൽഫി എടുത്തതും തൃശ്ശൂർ പോയി സെൽഫി എടുത്തതെല്ലാം നമ്മൾ അറിഞ്ഞാണ്. ഈ ഷഹനാസിൻ്റെ ഭാഗത്തുനിന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഷഹനാസ് പോലും ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഭയങ്കര വിഷമം ഉണ്ടാക്കി. അപ്പോൾ അത് പുള്ളി അത് ആ ഒരു 24-ന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞ, അല്ലാതെ ഇവരെ പറ്റിയിട്ട് ഒരു മോശവും പറഞ്ഞിട്ടില്ല. ഇവരെന്താ ചെയ്തത്? പിറ്റേന്നല്ലേ മറ്റേ എഴുത്തുകാരനെ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി കൊണ്ട് ഇറങ്ങി കുറേ വാർത്താ ചാനലുകാരെ വിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞങ്ങ് അടിക്കുവാണ്. കോഴിയാണ്, അതാണ്, ഇതാണ്, മാനയാണ്, ചക്കയാണ്, പീഡകൻ. കോടതി പോലും പറഞ്ഞ കാര്യമാണ്. കോടതി പോലും പുള്ളിക്ക് ജാമ്യം കൊടുത്തു. കോടതി പോലും പറഞ്ഞ കാര്യം എന്താണ്? ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഇത് തെറ്റല്ല, ഇത് കുറ്റകരമായിട്ട് ഒരാൾ കുറ്റക്കാരനാക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും പീഡകൻ എന്നൊരു വാക്ക് കൊണ്ടിട്ട് വീണ്ടും അവിടെ വന്നിട്ട് മോശമായിട്ട് പുള്ളി എത്രത്തോളം അപമാനിക്കാവോ അങ്ങേയറ്റം അപമാനിച്ചിട്ടാണ് അവിടെ ഇരുന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയത്, അല്ലേ? അത് നമ്മളെല്ലാവരും കണ്ടാണ്. അപ്പം അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം നല്ലൊരടി ഷഹനാസിന് കൊടുത്തു. ഷഹനാസിനെതിരെ നിയമപരമായിട്ട് രാഹുൽ മാങ്കൂട്ടം നീങ്ങി. പുള്ളിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പിറ്റേന്ന് വന്നിരുന്നിട്ട് പുള്ളിയുടെ കയ്യിലുള്ള തെളിവും കാര്യങ്ങളും മെസ്സേജും കാര്യങ്ങളെല്ലാം ഈ ഷഹനാസുമായിട്ടുള്ള മെസ്സേജും കാര്യങ്ങളെല്ലാം പബ്ലിക്കിൽ വന്നിട്ട് തെളിവ് സഹിതം പുള്ളിക്കും ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, പുള്ളിയുടെ ഒരു പേജിനകത്ത് അങ്ങോട്ട് ഇട്ടാൽ മതി, ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കാണുന്നതും അതിന് സപ്പോർട്ട് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും, അല്ലേ? അപ്പോൾ അത്രയും ഒരു സൗകര്യം ഉണ്ടായിട്ട് പോലും പുള്ളി അത് ചെയ്യാതെ നിയമപരമായിട്ട് അതിനൊരു മറുപടി പോലും വാഗൊണ്ട് കൊടുക്കാതെ നിയമപരമായിട്ട് മുമ്പോട്ട് പോയി. അതാണ് വേണ്ടുന്നത്. അതാണ് തൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഒരു മിസ്റ്റേക്കും ഇല്ലെങ്കിൽ നിയമപരമായിട്ട് പോവുക, അതാണ് വേണ്ടുന്നത്, തെളിവ് ഉൾപ്പെടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ പുള്ളി നിയമപരമായിട്ട് പോയി 10 കോടിയുടെ മാനനഷ്ടത്തിനുള്ള കേസ് ഷഹനാസിനെ അടിച്ചങ്ങോട്ട് വെച്ചു കൊടുത്തു. അതോടെ അടങ്ങി. ഈ രാജൻ ജോസഫും ഈ പറഞ്ഞിട്ടുള്ള റിനിയും ഇതുപോലെ രാഹുലിനെതിരെ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന നക്കാപ്പിച്ച മേടിച്ചുകൊണ്ട് അവിടെ ഇവിടെയും വരുന്ന ക്രൂശിക്കുന്ന കുറേ തീട്ട ടീമുകളുണ്ടല്ലോ, അവർക്കൊക്കെ നല്ലൊരു അടിയാണ് അതിനകത്ത് കിട്ടിയത്. കാരണം 10 കോടി രൂപയുടെ മാനനഷ്ടത്തിനുള്ള കേസ് അവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് ഇവർക്കെതിരെ നോട്ടീസ് അയച്ചു, വീട്ടിലോട്ട് നോട്ടീസ് അയച്ചത്. ഇതിപ്പോൾ രാഹുൽ അത് പറയുകയും ചെയ്തു, 10 കോടി എൻ്റെ പോക്കറ്റിലോട്ടല്ല. രാഹുൽ 10 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പാവങ്ങൾക്ക് വീട് വെക്കാനുള്ളൊരു പദ്ധതി, അത് ഇപ്പോഴല്ല, മുമ്പേ പുള്ളി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ആ പദ്ധതിയിലേക്ക് ആ പൈസ ചെലവഴിക്കുമെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയെങ്കിലും ഈ ദരിദ്രവാസികളെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായിക്കോട്ടെ, ഇവരെ കൊണ്ട് ഉപദ്രവമാണ് മറ്റുള്ളവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ആ 10 കോടിയുടെ നഷ്ടപരിഹാരം കൊടുത്തിട്ട് അത് പാവങ്ങൾക്കുള്ള വീട്ടിലേക്ക് സഹായമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് പറഞ്ഞത്. ആ വക്കീൽ നോട്ടീസിനകത്ത് ഉൾപ്പെടെ അത് പറയുന്നുണ്ട്. അപ്പം ഇത് കണ്ടതും ഇവരെന്താണ് വിചാരിച്ചത്, രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കുമെന്നുള്ളൊരു ധാരണയായിപ്പോയി. ഇത്രയും നാളും പുള്ളി മിണ്ടാതിരുന്നത് പുള്ളിയുടെ മര്യാദ കൊണ്ടിട്ടാണ്. കാരണം സ്വന്തം പ്രസ്ഥാനം പോലും വലിച്ചെറിഞ്ഞിട്ട് പോലും ആ പ്രസ്ഥാനത്തിനെതിരെ ഒന്ന് സംസാരിക്കുമോ, ആ പ്രസ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ ഇത്രയും ക്രൂരമായിട്ട് പുള്ളിയെ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ചവിട്ടിത്താക്കുന്നത് കണ്ട് ആസ്വദിച്ചിരുന്നിട്ട് പോലും പുള്ളി പുറത്തിറങ്ങിയിട്ട് അവരെ ആ പാർട്ടിയുടെ പുറത്തിരുന്നിട്ട് പോലും അവർക്കെതിരെ വരുന്ന ഓരോ അമ്പുകളെയും പുള്ളി തടുത്തുകൊണ്ടിരുന്നു, അല്ലേ? ഫേസ്ബുക്കിലൂടെയുള്ള പോസ്റ്റുകൾ നിരന്തരമായിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ഇത്രയും ആളുകൾ ചേർന്നിട്ട് കൂട്ടാക്രമണം നടത്തിയിട്ട് പോലും പുള്ളി മിണ്ടാതിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ഈ രാജൻ ജോസഫിനെ പോലുള്ള ഊളകളൊക്കെ അത് മുതലെടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്താണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അപ്പോഴെന്തെന്നറിയോ, കണ്ടം വഴി ഓടി മുങ്ങി ഏതോ മാളത്തിൽ കയറി വിളിച്ചിരിക്കുവായിരുന്നു. നിങ്ങൾ നോക്കിക്കേ,
അതിനുശേഷം രാജൻ ജോസഫ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇടുന്നില്ല, എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അപ്പം ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് പുള്ളിയെ തകർക്കുക എന്നുള്ളൊരു അജണ്ട മാത്രമായിരുന്നു എന്ന് അധികം മനസ്സിലാക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഇവന്മാർ വായിട്ടളച്ചതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായിരുന്നെന്ന് ഇവന്മാർക്ക് തന്നെ തോന്നിയായിരുന്നെങ്കിൽ ഇവന്മാർ ഇപ്പോഴും ആ ഇപ്പം അതിജീവിതം എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ യുവന്മാർ വന്നിരുന്നിട്ട് ഇങ്ങനെ ഊളപ്പരിപാടികൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇപ്പം അതിനെതിരെ സംസാരിക്കുന്നില്ല? ഇപ്പം എന്താ ഈ അതിജീവിതകൾക്ക് നീതി വേണ്ടേ? എങ്ങനെ ഇവരെയൊക്കെ അതിജീവിതകളെന്ന് വിളിക്കും? നിങ്ങൾ പറ, അതിജീവിതകളെന്ന് എങ്ങനെ വിളിക്കും? ഇനി റിനി ഇപ്പം മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ചിലപ്പം സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. മാളത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം പുട്ടിയും ലിഫ്റ്റിക്കും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ പുറത്തിറങ്ങിയായിരിക്കും. ഇനി ആരെങ്കിലും മുട്ട എറിയുന്നെങ്കിൽ എറിഞ്ഞോട്ടെ എന്ന് കരുതി പുറത്തിറങ്ങിയതായിരിക്കും. എന്തായാലും ചാനലുകാരൊന്നും വിളിച്ചൊന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ ചാനലുകാരങ്ങോട്ട് എടുത്തങ്ങോട്ട് ഉടുക്കി കുറേ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. റിനി അവിടെ ഇരുന്നിട്ട് വെള്ളം കുടിച്ച് അവിടെ ഇരുന്നിട്ട് വെള്ളം കുടിച്ചങ്ങോട്ട് ഇറക്കി പുള്ളിക്കാരി ആകെ ഇതായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും അല്ലല്ലോ നമ്മൾ കണ്ടത്. ചാനലിൽ വന്നിരുന്നിട്ട് ഹൂ കേസ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര വനിതയെക്കാളും ഒരു സ്ട്രോങ് ആയിട്ടാണ് റിനി അവിടെ നിന്ന് ചർച്ച ചെയ്ത് ആ ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചത്. അന്ന് തൊട്ട് തുടങ്ങിയ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് തൊട്ട് തുടങ്ങിയ സൈബർ ആക്ട്. സത്യത്തിൽ ഇവരൊക്കെ പറയുന്നത് ഇവർക്കൊക്കെയാണ് സൈബർ ആക്രമണം. സത്യത്തിൽ ഇവരൊക്കെ ചേർന്നിട്ടാണ് പുള്ളിക്കാരനെ സൈബർ അറ്റാക്ക് ചെയ്ത് ഇപ്പം ഈ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നിർത്തിയിരിക്കുന്നത് അല്ലേ. ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്കാണ് സൈബർ അറ്റാക്ക് ഇത്രയും നേരിട്ടിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പം കാണുന്നതാണ് അവിടെ സോഷ്യൽ മീഡിയ അവിടെയൊക്കെ നോക്കുമ്പോൾ പുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ട് എന്തോ ഒരു മോശമായിട്ടാണ് ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. കോഴിയുടെ ഫോട്ടോ വെച്ചിട്ടും ഇത് വെച്ചിട്ട്. അപ്പം ഇതൊക്കെ കാണുന്ന പുള്ളിയുടെ ഫാമിലി, പുള്ളിയുടെ അമ്മ, അപ്പം ഇത്രയും സൈബർ അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തി ഈ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു ബൈറ്റ് വെച്ച് തരാം. ഒരു ഓൺലൈൻ മീഡിയസിന് കൊടുത്തൊരു ബൈറ്റാണ്, റിനിയുടെ ബൈറ്റാണ്. കാരണം ഈ ഒരു വിഷയം ഇത്രയും ഊതിപ്പെരിപ്പിച്ച് ഇത്രയും വിഷയമാക്കിയിട്ട് ആ ഒരു വ്യക്തിയെ 18 ദിവസം ജയിലിൽ കൊണ്ട് ഇട്ടതിന് കാരണക്കാരിയായിട്ടുള്ള ഈ റിനിയും, അതിന് രണ്ട് വ്യക്തികളാണ് കാരണക്കാരി. ഈ റിനിയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷഹനാസ് പുറത്തിരുന്ന് കളിക്കുമായിരുന്നു. അതിനുശേഷം പിന്നെ ആരുമില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഷഹനാസ് മുമ്പോട്ട് വന്നു. ഇതിൻ്റെയൊക്കെ ചരട് വലിച്ചത് ഷഹനാസാണ്. പുറത്തിരുന്നില്ല കുതിരയുടെ തേര് വലിക്കുമല്ലോ. അപ്പം അതിൻ്റെ പുറവിൽ അല്ല ചാട്ടവാറിട്ട് അടിക്കുമല്ലോ തേര് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഷഹനാസിൻ്റെ പുറവിൽ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വഴിയെ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പം ഈ റിനി അന്ന് മുങ്ങിയതാണ്. അന്ന് മുങ്ങിയിട്ട് പിന്നെ ഇപ്പോഴാണ് മാളത്തിൻ്റെ പുറത്തോട്ട് റിനി വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൺലൈൻ മീഡിയാസ് പിടിച്ച് കുറേ ചോദ്യങ്ങളൊക്കെ കുടയുന്നുണ്ട്. അപ്പം അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന 1-2 ക്ലിപ്പ് ഞാനിവിടെ വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഒരു കാര്യം കൂടെ, റിനി ശരിക്കും മാരീഡ് ആണോ? അല്ലല്ല, ഞാൻ മാരീഡ് അല്ല. ശരിക്കും മാരീഡ് ആണോ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? മാരീഡ് ആണോ അല്ലേ എന്ന് ചോദിച്ചാൽ പോരെ. എന്താണ് അങ്ങനെ ഒരു ചോദ്യം? കമന്റ് സെക്ഷൻ പറയുന്നുണ്ട് മാരീഡ് ആണോ അല്ലേ എന്നൊക്കെ, ട്രോളുകളിൽ ഒരുപാട് വരുന്നുണ്ട്. അത് ഞാനെന്തോ പരാതിക്കാരിയാണെന്ന് വിചാരിച്ച ആൾക്കാർ പറയുന്നതാണ്. ഞാനാണ് പരാതി കൊടുത്ത പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പരാതിക്കാരികൾ മാരീഡ് ആണ് എന്നൊക്കെ വാർത്തകൾ വന്നിട്ട് ഞാൻ ആയിരിക്കും പരാതിക്കാരി എന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. ഞാൻ മാരീഡ് അല്ല, ഞാൻ പരാതിക്കാരിയുമല്ല, ഞാൻ ആരുടെ പേരും പറഞ്ഞിട്ടുമില്ല, ഞാൻ ഒരാൾക്കെതിരെ പരാതിയും കൊടുത്തിട്ടുമില്ല. എനിക്കിനകത്ത് യാതൊരു വിഷയവുമില്ല. ഐ എം നോട്ട് ആൻസറബിൾ ആക്ച്വലി. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയല്ലോ. അതാണ് ഇപ്പോൾ ഇവർ ഈ കാണിക്കുന്നത്. ഈ വിഷയം ഇത്രയും പ്രശ്നമാക്കി ഊതി വീർപ്പിച്ച് ഇത്രയും പൊട്ടിച്ചു വെച്ചിട്ട് എനിക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, ഞാൻ നല്ല പുള്ളിയാണ്, ഞാനൊരു നന്മമരമാണ് എന്ന് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഐ ആം നോട്ട് ആൻസറബിൾ. ഞാൻ ആരെയും പേരും പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും ഊരും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാണ് അവിടെ വന്നിരുന്നിട്ട് ഇൻ്റർവ്യൂവിൽ തള്ളി മറിച്ചത്? ഈ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ അവിടെ വന്നിരുന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് ഹൂ കേഴ്സ്, ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെ ഹൂ കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യുന്ന തന്നെ അത്രയും അമർഷമായിട്ട് ആ ഒരു വ്യക്തിക്കെതിരെ ആഞ്ഞടിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ അവിടെ ക്ലോസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നിങ്ങൾ തന്നെ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇതിവിടെ പറയാൻ ഉദ്ദേശിച്ചല്ല, നമ്മൾ സാധാരണ വേറെ വിഷയങ്ങളാണ് സംസാരിച്ചത്, പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി എന്നിട്ടാണ് നിങ്ങൾ ആ വിഷയം തുടക്കം വേറെ ഏതൊക്കെയോ സംസാരിച്ച് വന്നിട്ട് അവസാനമാണ് ഇത് കൊണ്ടിട്ട് പൊട്ടിക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു കേസെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അറിയാം അത് രാഹുൽ മാങ്കൂട്ടമാണെന്ന്. അപ്പോൾ പേര് പറഞ്ഞില്ല എന്ന് കൊണ്ടിട്ട് എന്താണ് അതിനകത്ത് അർത്ഥമാവുന്നത്? നിങ്ങൾ പേര് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ പേര് പറഞ്ഞതിന് തുല്യമാണ്. ആ വ്യക്തി ആരാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട്
ഇത്രയും അതിജീവിതന്മാർ വന്നിട്ട് പോലും അവർക്കെതിരെ അവരെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് അവർക്കെതിരെ പിന്തുണ കൊടുത്ത് നിങ്ങൾ സാക്ഷിമൊഴി കൊടുത്ത് വരാതിരുന്നത്. നിങ്ങൾ ഈ വിഷയം കൊണ്ടിട്ട് നിങ്ങൾക്ക് തന്നേക്കുന്ന ഇപ്പോൾ ഒരു സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കാണും. മെയിൻ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് തീരുന്നത് വരെയുള്ള റോളുകൾ ചെയ്യുന്ന ആൾക്കാർ കാണും. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്ന് തലകാട്ടി പോകുന്ന ആൾക്കാർ കാണും. പിന്നെ ഇൻ്റർവെല്ല് തൊട്ട് അവിടുന്ന് കയറി വരുന്ന വില്ലൻ ടീമുകൾ കാണും, കഥ ക്ലൈമാക്സ് വരെ. അതാണ് ഷഹനാസ് അതാണ് ഇൻ്റർവെല്ല് തൊട്ടാണ് ഷഹനാസ് കയറുന്നത്. അപ്പം ഈ ഒരു കഥയുടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കഥയുടെ തുടക്കം കൊടുത്തേക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള റിനിക്കാണ്. പിന്നെ അതിൻ്റെ തുടക്കം കഴിഞ്ഞിട്ട് അടുത്ത ഈ ഒരു കഥ ഇങ്ങനെ ഊതിപ്പിരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകണമല്ലോ, കഥ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാജൻ ജോസഫിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഓരോ ആൾക്കാർക്കും കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇപ്പം വന്നിട്ട് ഐ ആം നോട്ട് ആൻസറബിൾ, ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല, ഞാൻ ആരെയും ഊര് പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ജയിക്കും 140 മണ്ഡലം ഉള്ളത്. 140 മണ്ഡലത്തിൽ LDF എത്ര, UDF എത്ര, BJP എത്ര, അങ്ങനെ വല്ല കാൽക്കുലേഷൻ മനസ്സിലുണ്ടോ? അങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാൻ മാതിരിയൊന്നും ഞാൻ ഭയങ്കര രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ആളൊന്നുമല്ല. ഇത്ര സീറ്റ് എന്നൊക്കെ പറയാനും മാതിരി അത്രയും രാഷ്ട്രീയ പരിജ്ഞാനമൊന്നും എനിക്കില്ല. ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് UDF സർക്കാർ വരും എന്നാണ് പൊതുവെ ജനങ്ങൾ വിലയിരുത്തുന്നവര് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ അത് നമുക്ക് ഉറപ്പൊന്നുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. കാരണം കേരള രാഷ്ട്രീയമാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രാഷ്ട്രീയമാണ് കേരള രാഷ്ട്രീയം. ഇലക്ഷനാണ് വരുന്നത്, എന്താണ് ഇലക്ഷൻ വരുമ്പോൾ കാൻഡിഡേറ്റ്സിനാണല്ലോ അത് ഇമ്പോർട്ടൻസ് ഏറ്റവും. പിന്നെ നമ്മളെപ്പോലുള്ള ജനങ്ങളും വളരെ ഉത്സുകരായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി വളരെ ആകാംക്ഷയോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാനങ്ങനെ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നൊന്നുമില്ല. കാരണം നമുക്ക് പറ്റിയ മേഖലയാണോ രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ ജനങ്ങൾ എന്നുള്ളൊരു രാഷ്ട്രീയത്തിലേക്ക് എന്തായാലും നല്ലൊരു ഭാവിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ, പെണ്ണ് കേസ് കൊണ്ടിട്ട് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെയും തകർക്കാമെന്ന് നടക്കുന്ന ഒരു ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന ഒരു അജണ്ടയും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഈ റിനിക്ക് നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കുൽസിത പരിപാടികളും അതുപോലെ ഇങ്ങനെയുള്ള ആൾക്കാരെ പെടുത്താൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിയിലായാലും നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനമൊന്നുമില്ല, ഏത് പ്രസ്ഥാനമാണെങ്കിലും ആ പ്രസ്ഥാനത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന യുവ നേതാക്കളെ പൂട്ടണമെങ്കിൽ ഇതുപോലെയുള്ള ഒരാളെ രാഷ്ട്രീയത്തിലേക്ക് വേണം, രാഷ്ട്രീയത്തിലേക്ക് എടുക്കണം. ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടിട്ട് ഇലക്ഷൻ്റെ സമയത്ത് ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ പാർട്ടിയോ മോശക്കാരനാക്കി ചിത്രീകരിക്കണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർ വേണം. അതുകൊണ്ട് ഉറപ്പായിട്ടും റിനി രാഷ്ട്രീയത്തിലേക്ക് വരണം. നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്, നല്ലൊരു ഭാവി കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, അതുപോലെ രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം മസ്റ്റായിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങളെ എല്ലാവരെയും PR എന്ന് പറഞ്ഞ് വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഇതുപോലുള്ള ആളുകളുണ്ടല്ലോ, ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം നിങ്ങളെയൊക്കെ പവർ. അതാണ് വേണ്ടുന്നത്. അപ്പോൾ എല്ലാവരും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യിച്ചോ. അടുത്ത ഷഹനാസിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട്.